ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 16ാമത്തെ കോഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 16ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ 16ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ 16ാമത്തെ കോഡായിട്ട് നീഡാണ് പറയുന്നത്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം. അപ്പോൾ നീഡ് ഉപയോഗിച്ച് നമുക്ക് 16ാമത്തെ കോഡ് പഠിക്കാം കേട്ടോ. എങ്ങനെ പറയാം? ഐ നീഡ് വാട്ടർ, എനിക്ക് വെള്ളം വേണം. ഐ നീഡ് വാട്ടർ, എനിക്ക് വെള്ളം വേണം. പണം വേണം എന്നെങ്ങനെ പറയാം? ഐ നീഡ് സം മണി, എനിക്ക് കുറച്ച് പണം വേണം. ഐ നീഡ് സം മണി, എനിക്ക് കുറച്ച് പണം വേണം. സഹായം വേണം എന്നിങ്ങനെ പറയാം? ഐ നീഡ് യുവർ ഹെൽപ്പ്, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഐ നീഡ് യുവർ ഹെൽപ്പ്, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വേണമെന്നിങ്ങനെ പറയാം? ഐ നീഡ് എ പെൻ, എനിക്കൊരു പേന വേണം. ഐ നീഡ് എ പെൻ, എനിക്കൊരു പേന വേണം. പുസ്തകം വേണമെന്നെങ്ങനെ പറയാം? ഐ നീഡ് എ ബുക്ക്, എനിക്കൊരു പുസ്തകം വേണം. ഐ നീഡ് എ ബുക്ക്, എനിക്കൊരു പുസ്തകം വേണം. വേണമെന്നെങ്ങനെ പറയാം? ഐ നീഡ് സം ഫുഡ്, എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. ഐ നീഡ് സം ഫുഡ്, എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. വേണമെന്നെങ്ങനെ പറയാം? ഐ നീഡ് എ ബ്രേക്ക്, എനിക്കൊരു ഇടവേള വേണം. ഐ നീഡ് എ ബ്രേക്ക്, എനിക്കൊരു ഇടവേള വേണം. വിശ്രമം വേണമെന്നെങ്ങനെ പറയാം? ഐ നീഡ് സം റെസ്റ്റ്, എനിക്ക് കുറച്ച് വിശ്രമം വേണം. ഐ നീഡ് സം റെസ്റ്റ്, എനിക്ക് കുറച്ച് വിശ്രമം വേണം. സമയം വേണമെന്നെങ്ങനെ പറയാം? ഐ നീഡ് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം വേണം. ഐ നീഡ് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയം വേണം. ഉപദേശം വേണമെന്നെങ്ങനെ പറയാം? ഐ നീഡ് യുവർ അഡ്വൈസ്, എനിക്ക് നിങ്ങളുടെ ഉപദേശം വേണം. ഐ നീഡ് യുവർ അഡ്വൈസ്, എനിക്ക് നിങ്ങളുടെ ഉപദേശം വേണം. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കൂടുതൽ പരിശീലനം വേണമെന്നെങ്ങനെ പറയാം? യു നീഡ് മോർ പ്രാക്ടീസ്, നിനക്ക് കൂടുതൽ പരിശീലനം വേണം. യു നീഡ് മോർ പ്രാക്ടീസ്, നിനക്ക് കൂടുതൽ പരിശീലനം വേണം. ഫോൺ വേണമെന്നെങ്ങനെ പറയാം? യു നീഡ് എ ന്യൂ ഫോൺ, നിനക്ക് പുതിയൊരു ഫോൺ വേണം. യു നീഡ് എ ന്യൂ ഫോൺ, നിനക്കൊരു പുതിയ ഫോൺ വേണം. എനിക്ക് നന്നായി ഉറങ്ങണം എന്നെങ്ങനെ പറയാം? ഐ നീഡ് ടു സ്ലീപ്പ് വെൽ, എനിക്ക് നന്നായി ഉറങ്ങണം. ഐ നീഡ് ടു സ്ലീപ്പ് വെൽ, എനിക്ക് നന്നായി ഉറങ്ങണം. പ്രശ്നം മനസ്സിലാക്കണം എന്നെങ്ങനെ പറയാം? ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, അവർ പ്രശ്നം മനസ്സിലാക്കണം. ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, അവർ പ്രശ്നം മനസ്സിലാക്കണം. താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്നെങ്ങനെ പറയാം? ദേ നീഡ് എ പ്ലേസ് ടു സ്റ്റേ, അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. പരിശീലിക്കണം എന്നെങ്ങനെ പറയാം? ദേ നീഡ് ടു പ്രാക്ടീസ് മോർ, അവർ കൂടുതൽ പരിശീലിക്കണം. ദേ നീഡ് ടു പ്രാക്ടീസ് മോർ, അവർ കൂടുതൽ പരിശീലിക്കണം. താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്നെങ്ങനെ പറയാം? ദേ നീഡ് എ പ്ലേസ് ടു സ്റ്റേ, അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. ദേ നീഡ് എ പ്ലേസ് ടു സ്റ്റേ, അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. പ്രവർത്തിക്കണം എന്നെങ്ങനെ പറയാം? വി നീഡ് ടു വർക്ക് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. വി നീഡ് ടു വർക്ക് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. എന്നെങ്ങനെ പറയാം? വി നീഡ് ടു ലീവ് നൗ, ഞങ്ങൾ ഇപ്പോൾ പോകണം. വി നീഡ് ടു ലീവ് നൗ, ഞങ്ങൾ ഇപ്പോൾ പോകണം. ഭക്ഷണം വേണമെന്നെങ്ങനെ പറയാം? വി നീഡ് സം ഫുഡ്, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം വേണം. വി നീഡ് സം ഫുഡ്, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം വേണം. വീട് വേണമെന്നെങ്ങനെ പറയാം? വി നീഡ് എ ബിഗ്ഗർ ഹൗസ്, ഞങ്ങൾക്കൊരു വലിയ വീട് വേണം. വി നീഡ് എ ബിഗ്ഗർ ഹൗസ്, ഞങ്ങൾക്കൊരു വലിയ വീട് വേണം. നിങ്ങളുടെ പിന്തുണ വേണമെന്നെങ്ങനെ പറയാം? ഷീ നീഡ്സ് യുവർ സപ്പോർട്ട്, അവൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. ഷീ നീഡ്സ് യുവർ സപ്പോർട്ട്, അവൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. എന്നിങ്ങനെ പറയാം? ഷീ നീഡ്സ് ടു ബി കെയർഫുൾ, അവൾ ശ്രദ്ധിക്കണം. ഷീ നീഡ്സ് ടു ബി കെയർഫുൾ, അവൾ ശ്രദ്ധിക്കണം. പൂർത്തിയാക്കണം എന്നെങ്ങനെ പറയാം? ഷീ നീഡ്സ് ടു ഫിനിഷ് ഹെർ വർക്ക്, അവൾ വർക്ക് കംപ്ലീറ്റ് ആക്കണം. ഷീ നീഡ്സ് ടു ഫിനിഷ് ഹെർ വർക്ക്, അവൾ വർക്ക് പൂർത്തിയാക്കണം.
പോകണം എന്നിങ്ങനെ പറയാം. ഷീ നീഡ്സ് ടു ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോകണം. ഷീ നീഡ്സ് ടു ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിൽ പോകണം. നിങ്ങളുടെ പിന്തുണ വേണമെന്നിങ്ങനെ പറയാം. ഷീ നീഡ്സ് യുവർ സപ്പോർട്ട്. അവൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. ഷീ നീഡ്സ് യുവർ സപ്പോർട്ട്. അവൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം എന്നിങ്ങനെ പറയാം. ഷീ നീഡ്സ് എ ന്യൂ ഡ്രസ്. അവൾക്ക് പുതിയ വസ്ത്രം വേണം. ഷീ നീഡ്സ് എ ന്യൂ ഡ്രസ്. അവൾക്ക് പുതിയ വസ്ത്രം വേണം. മെച്ചപ്പെടുത്തണം എന്നിങ്ങനെ പറയാം. ഹീ നീഡ്സ് ടു ഇംപ്രൂവ് ഹിസ് ഇംഗ്ലീഷ്. അവനവൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. ഹീ നീഡ്സ് ടു ഇംപ്രൂവ് ഹിസ് ഇംഗ്ലീഷ്. അവനവൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. ഡോക്ടറെ കാണണം എന്നിങ്ങനെ പറയാം. ഹീ നീഡ്സ് ടു സീ എ ഡോക്ടർ. അവനൊരു ഡോക്ടറെ കാണണം. ഹീ നീഡ്സ് ടു സീ എ ഡോക്ടർ. അവനൊരു ഡോക്ടറെ കാണണം. വീട്ടിൽ പോകണം എന്നെങ്ങനെ പറയാം. ഹീ നീഡ്സ് ടു ഗോ ടു ഹൗസ്. അവൻ വീട്ടിൽ പോകണം. വീട്ടിൽ പോകണം എന്നെങ്ങനെ പറയാം. ഹീ നീഡ്സ് ടു ഗോ ടു ഹൗസ്. അവൻ വീട്ടിൽ പോകണം. ഹീ നീഡ്സ് ടു ഗോ ടു ഹൗസ്. അവൻ വീട്ടിൽ പോകണം. എങ്ങനെ പറയാം. ഹീ നീഡ്സ് ടു സ്റ്റഡി. അവൻ പഠിക്കണം. ഹീ നീഡ്സ് ടു സ്റ്റഡി. അവൻ പഠിക്കണം. അസുഖമാണ്, അതുകൊണ്ട് അവൾക്കൊരു ഡോക്ടറെ വേണം. ഷീ നീഡ് എ ഡോക്ടർ ബിക്കോസ് ഷീ ഈസ് സിക്ക്. അവൾക്ക് അസുഖമാണ്, അതുകൊണ്ട് അവൾക്കൊരു ഡോക്ടറെ വേണം. ഷീ നീഡ് എ ഡോക്ടർ ബിക്കോസ് ഷീ ഈസ് സിക്ക്. അവൾക്ക് അസുഖമാണ്, അതുകൊണ്ടൊരു ഡോക്ടറെ കാണണം. അവന് പരീക്ഷയാണ്, അതുകൊണ്ട് അവൻ പഠിക്കണം. ഹീ നീഡ് ടു സ്റ്റഡി ബിക്കോസ് ഹീ ഹാസ് എൻ എക്സാം. അവന് പരീക്ഷ ഉള്ളതുകൊണ്ട് അവൻ പഠിക്കണം. ഹീ നീഡ് ടു സ്റ്റഡി ബിക്കോസ് ഹീ ഹാസ് എൻ എക്സാം. അവന് പരീക്ഷ ഉള്ളതുകൊണ്ട് അവൻ പഠിക്കണം. പെയ്യുന്നു, ഞങ്ങൾക്കതുകൊണ്ടൊരു കുട വേണമെന്ന് എങ്ങനെ പറയാം. വി നീഡ് എൻ അംബർല ബിക്കോസ് ഇറ്റ് ഈസ് റൈനിങ്. മഴയുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു അംബർല വേണം. വി നീഡ് എൻ അംബർല ബിക്കോസ് ഇറ്റ് ഈസ് റൈനിങ്. മഴ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു കുട വേണം. വീണ്ടും അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം വേണം. ഐ നീഡ് മോർ ടൈം ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. എനിക്ക് കൂടുതൽ ജോലിയുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം വേണം. ഐ നീഡ് മോർ ടൈം ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. ക്ഷീണിതനാണ്, അതുകൊണ്ട് അവന് കുറച്ച് വിശ്രമം വേണം. ഹീ നീഡ് സം റെസ്റ്റ് ബിക്കോസ് ഈസ് വീക്ക്. അവൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് അവന് കുറച്ച് വിശ്രമം വേണം. ഹീ നീഡ് സം റെസ്റ്റ് ബിക്കോസ് ഈസ് വീക്ക്. വീക്ക് പറഞ്ഞാൽ ക്ഷീണിതൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം, അതുകൊണ്ട് കൂടുതൽ പരിശീലിക്കണം. ഷീ നീഡ്സ് ടു മോർ പ്രാക്ടീസ് ബിക്കോസ് ഷീ വാണ്ട്സ് ടു ഇംപ്രൂവ് ഹെർ ഇംഗ്ലീഷ്. അവൾക്ക് അവളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം, അതുകൊണ്ട് അവൾ കൂടുതൽ പരിശീലിക്കണം. ഷീ നീഡ്സ് ടു മോർ പ്രാക്ടീസ് ബിക്കോസ് ഷീ വാണ്ട്സ് ടു ഇംപ്രൂവ് ഹെർ ഇംഗ്ലീഷ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം പോകണം എന്നെങ്ങനെ പറയാം. വി നീഡ് ടു ഹറി ബിക്കോസ് വി ആർ ലേറ്റ്. ഞങ്ങൾ നേരം വൈകി, അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം പോകണം. വി നീഡ് ടു ഹറി ബിക്കോസ് വി ആർ ലേറ്റ്. അവർ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അവർ കൂടുതൽ പരിശീലിക്കണം. ദേ നീഡ് ടു വർക്ക് ഹാർഡ് ബിക്കോസ് ദേ വാണ്ട് ടു വിൻ. അവർ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അവർ കൂടുതൽ പരിശീലിക്കണം. വർക്ക് ഹാർഡാക്കണം, കഠിനമായി പരിശ്രമിക്കണം. ദേ നീഡ് ടു വർക്ക് ഹാർഡ് ബിക്കോസ് ദേ വാണ്ട് ടു വിൻ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. ഐ നീഡ് സം ഫുഡ് ബിക്കോസ് ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. ഐ നീഡ് സം ഫുഡ് ബിക്കോസ് ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം വേണം. അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം എന്നെങ്ങനെ പറയാം.
ഐ ആം ടയേർഡ് ബിക്കോസ് ഐ നീഡ് സം റെസ്റ്റ്. ഞാൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്രമം വേണം. ഐ ആം ടയേർഡ് ബിക്കോസ് ഐ നീഡ് സം റെസ്റ്റ്. ഞാൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്രമം വേണം എന്ന് പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.